തമിഴ്നാട്ടിലെ ബത്ലഹേം നഴ്സിംഗ് കോളേജിന്റെ കെട്ടിടത്തിൽ നിന്ന് നെയ്യാറ്റിൻകര സ്വദേശിനിയായ വിദ്യാർത്ഥി ചാടി മരിച്ച സംഭവത്തിൽ കരിങ്കൽ ബത്ലഹേം കോളേജിൽ പ്രതിഷേധം. നെയ്യാറ്റിൻകര സ്വദേശിനി അൻസുജിയുടെ മരണത്തിന് കാരണക്കാരിയായ പ്രിൻസിപ്പാളിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്തു. കോളേജിൽ വൻ പ്രതിഷേധങ്ങൾക്കാണ് അരങ്ങൊരുങ്ങിയത്. രാവിലെ കോളേജ് കവാടത്തിൽ പ്രതിഷേധവുമായി എത്തിയ കുട്ടികളെയും രക്ഷകർത്താക്കളെയും വളരെ മോശം ഭാഷയിലും മോശം രീതിയിലുമാണ് പോലീസ് കൈകാര്യം ചെയ്തത്. അതേസമയം സംഭവത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്കും കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും കുടുംബം പരാതി നൽകി. സമരത്തെ തുടർന്ന് പ്രാദേശിക നേതാക്കൾ കോളേജിലെത്തി കുട്ടികളുമായി സംസാരിച്ചു. മരിച്ച അൻസുജിയുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരവും പ്രിൻസിപ്പലിന്റെ അറസ്റ്റുമാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. കോളേജിൽ വന്ന ശേഷം അവളെ കൊണ്ടൊരു ലെക്ചർ എഴുതിപ്പിച്ചു. അവളെയും വേറൊരു കൊച്ചിനെ കൊണ്ട് ഒരു ലെക്ചർ എഴുതിപ്പിച്ചത് അത് കോളേജുകാരുടെ കയ്യിലുണ്ട്. അതിനുശേഷം നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സ്ഥലത്ത് അവള് എല്ലാ കാര്യം എന്നിട്ട് ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളാണ്. അപ്പോ അവള് ഇപ്പോ ഒരു 3 വർഷമായിട്ട് ഭയങ്കര ടോർച്ചർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൊച്ച് ഇപ്പോ ഒരു സ്ട്രൈക്ക് നടന്നപ്പോ ഒരു മെയിൻ ആയിട്ട് അവളൊരു നോട്ടപ്പുള്ളിയെ നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് പറയാൻ, അവള് മാം എല്ലാരും കൂടെ ഒന്ന് ടോർച്ചർ ചെയ്ത് സ്റ്റേ പോസ്റ്റിങ്ങിന് പോയപ്പോ അവിടെ നിന്ന് ടോർച്ചർ ചെയ്ത് അവളൊരു റൂമിനകത്തിട്ട് കൂട്ടി അവളെ ചുമ്മാ ടോർച്ചർ ചെയ്ത് അവളടുത്ത് ഫോണുണ്ട്, മൊബൈൽ ഫോണുണ്ട്, അത് കാണിച്ചു തരണം, അത് നീ എവിടെ സബ്മിറ്റ് ചെയ്ത് എവിടെ വെച്ചിരിക്കുന്നോ അവിടെയൊക്കെ ബോഡി ചെക്ക് ചെയ്യും, ബാഗ് ചെക്ക് ചെയ്യും, എല്ലാം ചെക്ക് ചെയ്യും, ഫുൾ ചെക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവളുടെ ഇല്ലാത്ത സാധനം ആർക്കും എടുത്ത് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്തോ, ഞാൻ ഇന്ന് തരാം, നിങ്ങൾ എന്റെ ബാഗ് നോക്കണം, എന്റെ ബാഗ് നോക്കാം, എവിടെ വേണമെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് 2 മണിക്കൂർ റൂമിനകത്ത് വിട്ട് പൂട്ടി അവളെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഒരു മാം. എന്നിട്ട് അവളെ അവിടുന്ന് സ്റ്റേ പോസ്റ്റിങ്ങിന് അവളെ പുറത്ത് വിട്ട് പിന്നെ പറഞ്ഞു കോളേജിൽ വന്നിട്ട് അല്ലാണ്ട് പോസ്റ്റിങ്ങിന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള പോസ്റ്റിങ്ങിന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളെ കോളേജിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അവളുടെ പേരൻസ് അവളെ ഈവനിങ് കൂട്ടിയിട്ട് പോയി. പിന്നെ രാവിലെ മുതൽ പോസ്റ്റിങ്ങിന് പോയപ്പോഴത്തേനും ഉച്ചയ്ക്ക് അന്ന് 14-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് അപ്പോളജി ലെറ്റർ എഴുതാൻ പറഞ്ഞു. ഫോണില്ലാത്ത ഒരാള് അവളെന്തായാലും ഉറപ്പിച്ച് തീരുമാനിച്ച് പറഞ്ഞ് ഫോണില്ലാത്ത എന്നെ കൊണ്ട് അപ്പോളജി ലെറ്റർ ഞാൻ എഴുതത്തില്ല. അപ്പോൾ അന്ന് നൈറ്റ് രാത്രിയിൽ അവളുടെ സിസ്റ്ററിനോടും എന്നോടും പറഞ്ഞു, ഇനി അവള് അവിടെ കോളേജിൽ ടോർച്ചർ ചെയ്താൽ അവള് അവിടുത്തെ കോളേജിന്റെ മുകളിൽ നിന്ന് നിലനിന്നെടുത്ത് കോളേജിന്റെ ഫ്രണ്ടിൽ എല്ലാവരും നിൽക്കുന്ന അടുത്ത് വെച്ച് ചാടി മരിക്കൂന്ന് പറഞ്ഞു. അതുപോലെ അവൾ അത് ചെയ്തു. അവൾ അങ്ങനെ പറഞ്ഞിട്ടാ പോയത്. പക്ഷെ ഞങ്ങൾ അത് കാര്യമാക്കി എടുത്തില്ല. അതേസമയം RDOയുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാവാത്തതിനാൽ തമിഴ്നാട് പോലീസിനെ ബന്ധുക്കൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തടഞ്ഞു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം RDO എത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളറട കത്തിപ്പാറയിലെ കുടുംബ വീട്ടിൽ മൃതസംസ്കാരം നടക്കും.